ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം ഒരു ട്രാവൽ വ്ളോഗായിട്ടൊന്നും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും സ്റ്റാർട്ടിങ്ങിലൊന്നും എടുത്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർ ഒരുപാടുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഉമ്മയുണ്ട്, അതേപോലെ ഇക്കയുണ്ട്. ഇക്കയുടെ കയ്യിൽ നെസമോള എടുത്തിട്ട് ഇക്ക നടക്കുന്നുണ്ട് കേട്ടോ. നെസമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഫ്രണ്ടിലേക്ക് നടന്നു പോയിട്ടോ. ഞാനും മൈബയും പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചിലതൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് വാശി പിടിച്ചു, പക്ഷേ ഞങ്ങൾ നടന്നു. പ്രത്യേകിച്ച് അവൾക്കൊന്നും മേടിച്ചു കൊടുത്തൊന്നുമില്ല. എല്ലായിടത്തും വെറൈറ്റി ഐറ്റംസൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരുപാട് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. ഒരുപാട് കാഴ്ചകളും കായലും എല്ലാം കണ്ട് നല്ല രസമായിട്ട് നടക്കാം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ നെല്ലിക്ക അതൊക്കെ ഉണ്ടല്ലോ, ഉപ്പിലിട്ട ഐറ്റംസുകളും സർബത്ത്, അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാഴ്ചകളും കണ്ട് നടക്കാൻ പറ്റാവുന്ന നല്ലൊരു ഏരിയ. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണെന്നൊന്നും തോന്നിയില്ല, കാരണം പലയിടത്തും വേസ്റ്റും ഇതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പരിസരം കുറച്ചൊരു പ്ലാസ്റ്റിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ഒരു ഇത് തോന്നി. പക്ഷെ എന്നാലും ഒരുപാട് എൻജോയ് ചെയ്തു. ഐറ്റം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് തോന്നി. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഒരു കാലം ഓർത്തുപോയി. കാരണം കുഞ്ഞിലൊക്കെ ഇതുണ്ടായിരുന്നു, കളിക്കാൻ ഇക്കക്കന്മാരെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കളിക്കുന്നതും നമ്മളും ഇത് കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നീടും ഞാൻ പലയിടത്തും ഇത് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് കിട്ടുമോയെന്നൊക്കെ. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നൊസ്റ്റാൾജി അടിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അതും ഒരെണ്ണം മേടിച്ചായിരുന്നു. ഐബാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കാരണം അവളത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു. പക്ഷെ ഫസ്റ്റ് അവർ റേറ്റ് പറഞ്ഞത് ഭയങ്കര കൂടുതലായിരുന്നു. ഇവിടെ നമ്മൾ എന്തായിട്ട് എടുത്താലും ഫസ്റ്റ് ചോദിക്കുമ്പോൾ നല്ല റേറ്റ് പറയും. അപ്പോൾ അത് അവർ പറയുന്ന റേറ്റിന് തന്നെ മേടിക്കാതെ നമ്മൾ ബാർഗെയിനിങ് ചെയ്ത് മേടിക്കാൻ നോക്കുക. പിന്നെ അത് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോളം, അപ്പോൾ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതെല്ലാം മേടിച്ച് കഴിച്ച് ഓരോന്നും ടേസ്റ്റിയായിട്ട് ആസ്വദിച്ച് കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് പോകാം. അപ്പോഴാണ് ഇവിടെ പുതിയൊരു ഐറ്റം കണ്ടത്. അപ്പോൾ ആളെന്താ പറയണേന്ന് നോക്കാം കേട്ടോ. ഇത് അങ്ങനെ വേണ്ട, അങ്ങനത്തെ ഇതുണ്ട്, അങ്ങനെ പിടിച്ച് അങ്ങനെ
നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ, ഞങ്ങൾ മേടിച്ചോളാം. ഏത് വേണ ചെറിയ 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 ഇതെന്താ ഇതെങ്ങനെ പിടിച്ച് അങ്ങനെ ജസ്റ്റ് പ്രസ് ആക്കാൻ മതി. ഇടിയപ്പം കടലമാവെല്ലാം ചെയ്ത് നോക്കണം. ഇതെങ്ങനെ പ്രസ് ആക്കാൻ മതി. ഓക്കെ ആയിക്കോട്ടെ, സമ്മതിച്ചു, ഞങ്ങൾ ചെയ്ത് നോക്കട്ടെ. ഇതാ ഇടിയപ്പം മാവ ചൂടുവെള്ളത്തിന് കുഴച്ചാൽ അത് ഈസി വരും, സോഫ്റ്റ് വേണോ. ഇതിവിടെ ഇടുന്ന കണ്ടിത്തന്നെ സൈഡിലാക്കുക. ഇവിടെ അമർത്ത് പ്രസ് ആക്കാൻ മതി. എങ്ങനെ ടൈറ്റ് വരൂ എനിക്ക് അങ്ങനെ പിടിച്ചു. ഇതെന്താ ഇത് ഓർമ്മ ഇത് നോക്കാം. ഇതെങ്ങനെ ഇത് ജസ്റ്റ് അങ്ങനെ ചേച്ചി ഇല്ല 1 2 ടൈം പ്രസ് ആക്കുന്ന അത് കൈ സെറ്റ് ആവും, അത് ഈസി വരും. ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ആ ഒരു ഐറ്റവും ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും മേടിച്ചു. 100 റുപ്പീസാണ് അവർ പറഞ്ഞത്, പക്ഷേ ഒരു 70 രൂപയ്ക്ക് കിട്ടി കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എനിക്കാണെങ്കിൽ ഒരു അബദ്ധവും പറ്റി. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കിങ് ഓഫ് പ്രോൺസ് ഗ്രിൽഡ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു വലിയ കിങ് പോലെ ഇരിക്കുന്ന കൊഞ്ച് ടൈപ്പിലുള്ള പ്രോൺസിനെ ഗ്രില്ല് ചെയ്ത് തരുന്നതായിരുന്നു. എന്നാൽ കൊണ്ടുവന്നതോ ഏറ്റവും സ്മോളായിട്ടുള്ള പ്രോൺസ് ഗ്രില്ല് ചെയ്തതായിരുന്നു. അത് കണ്ടോടുകൂടി എനിക്കാകെ ഫീലായി. ഞാൻ പ്രതീക്ഷിച്ച ഐറ്റം ആയിരുന്നതേയില്ല. എന്നാലും ടേസ്റ്റി ആയിരുന്നു. സ്മോളായിരുന്നെങ്കിലും വളരെ ടേസ്റ്റി ആയിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിച്ചു. കാരണം ഞാൻ ആഗ്രഹിച്ചത് അതായിരുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവാം കേട്ടോ. പെട്ടെന്ന് തന്നെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വന്നു കേട്ടോ. ഇക്കാക്ക് വാപ്പ വിളിച്ചിട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ച് വാട്ടർ മെട്രോയിലാണ് പോകുന്നത് ഹൈക്കോർട്ടിലേക്ക്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് കേട്ടോ. എനിക്ക് ഇനിയും ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിൽ നിന്ന് വിളിച്ച കാരണം നമ്മൾ പ്ലാനൊക്കെ മാറ്റി പോകുന്നതാണ്. യാത്രകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നല്ലൊരു യാത്ര തന്നെ ആയിരിക്കും. അത്രയും ഇഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് കാണാനും നടക്കാനും ടേസ്റ്റ് ചെയ്ത് നോക്കാനും ഒക്കെ പറ്റാവുന്ന നല്ല നല്ല നിമിഷങ്ങൾ, ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലേസ് കൂടിയിട്ടാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊക്കെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. മുന്നേ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും നടന്നില്ല. ഉമ്മയും അങ്ങനെ ഒരുപാട് യാത്രകളൊന്നും ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പെരുന്നാളത്തൊക്കെ വരുന്ന ഒരു ടൈമിൽ അപ്പോൾ ഉമ്മാനെയും കൂടി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉമ്മാക്ക് വീട്ടിൽ നിന്ന് കോള് വന്നതോടുകൂടി ഉമ്മാക്ക്
ഒട്ടും ഈ യാത്ര എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫുൾ ടെൻഷനായിരുന്നു. എന്നാലും ഞങ്ങളുള്ള ടൈം എല്ലാവരും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഇക്ക ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എവിടെ പോയാലും അത് സ്പെഷ്യലാണ്. ഇക്കയോടൊപ്പം പുറത്ത് പോവുക, അതേപോലെ ഇക്ക വരുമ്പോഴാണ് കൂടുതലിങ്ങനെ ലോങ് ട്രിപ്പുകളും കുറേ യാത്രകളൊക്കെ ചെയ്യാൻ കൂടുതൽ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റാവുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പുതിയ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനി വരാനിരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ട്രാവൽ വ്ളോഗ്സൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.